വിദ്യാഭ്യാസ തൊഴിൽ വാർത്തയിലേക്ക് സ്വാഗതം. സംസ്കൃത സർവകലാശാലയിൽ BA B.Ed അവസാന തീയതി ജൂലൈ 3. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ ആരംഭിക്കുന്ന 4 വർഷ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമായ BA B.Ed പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, സംസ്കൃതം ജനറൽ, സംസ്കൃതം ന്യായം, സംസ്കൃത സാഹിത്യം, സംസ്കൃതം വേദാന്തം, സംസ്കൃത വ്യാകരണം എന്നീ വിഷയങ്ങളിലാണ് പ്രോഗ്രാമുകൾ. 50% അഗ്രിഗേറ്റഡ് മാർക്കോടെ അല്ലെങ്കിൽ ഗ്രേഡോടെ +2 അഥവാ തതുല്യ പരീക്ഷ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ മാർക്ക് ഇളവുകൾ ലഭിക്കും. ദേശീയ പൊതുപ്രവേശന പരീക്ഷാ സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കണം. ഓരോ മേജർ വിഷയങ്ങൾക്കും പ്രത്യേകം അപേക്ഷകൾ നൽകണം. അപേക്ഷയുടെ ഹാർഡ് കോപ്പികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് പഠന വിഭാഗം മേധാവികൾക്ക് പ്രവേശന സമയത്ത് ഹാജരാക്കിയാൽ മതിയാകും. ഓരോ മേജർ വിഷയങ്ങൾക്കും പ്രത്യേകം അപേക്ഷ ഫീസ് അടയ്ക്കണം. 50 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 3. ജൂലൈ 7 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ജൂലൈ 16 ക്ലാസുകൾ ആരംഭിക്കും. സംസ്കൃത സർവകലാശാല 4 വർഷ ബിരുദം BFA ഡിപ്ലോമ പ്രോഗ്രാമുകൾ ജൂലൈ 6 മുതൽ. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 1ാം സെമസ്റ്റർ 4 വർഷ ബിരുദം BFA ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കുള്ള ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. നൃത്തം, സംഗീതം എന്നീ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള അഭിരുചി പരീക്ഷയും ഡിപ്ലോമ ഇൻ ആയുർവേദ, പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി പ്രോഗ്രാമിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള ശാരീരിക ക്ഷമത പരീക്ഷയും അഭിമുഖവും ജൂൺ 23, 24 തീയതികളിൽ നടക്കും. BFA പ്രോഗ്രാമിലേക്ക് അപേക്ഷിച്ചവർ ജൂൺ 24 അഭിരുചി പരീക്ഷയ്ക്ക് ഹാജരാകണം. ജൂൺ 29 അഡ്മിഷൻ ആരംഭിക്കും. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. ഇന്ത്യൻ വ്യോമസേനയുടെ എയർഫോഴ്സ് കോമൺ അഡീഷണൽ ടെസ്റ്റ് റിക്രൂട്ട്മെന്റ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നീട്ടി. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മികച്ചൊരു അവസരമാണിത്. പുതിയ അറിയിപ്പ് പ്രകാരം 2026 ജൂൺ 21 വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. വ്യോമസേനയിലെ ഫ്ലൈയിങ് ഗ്രൗണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചുകളിലായി ആകെ 379 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. FFCAT എൻട്രി, NCC സ്പെഷ്യൽ എൻട്രി, ഗേറ്റ് സ്കോർ എൻട്രി എന്നിവ വഴിയാണ് തെരഞ്ഞെടുപ്പ്. ഇവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ പരിശീലന കോഴ്സുകൾ 2027 ജൂലൈ ആരംഭിക്കും. ഗ്രൗണ്ട് ഡ്യൂട്ടി അപേക്ഷകർ BTech ബിരുദം നേടിയിരിക്കും. ഗ്രൗണ്ട് ഡ്യൂട്ടി അപേക്ഷിക്കാൻ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദമാണ് യോഗ്യത. ഫ്ലൈയിങ് ബ്രാഞ്ച് 20 മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി. ഗ്രൗണ്ട് ഡ്യൂട്ടി തസ്തികയിലേക്ക് 20 മുതൽ 26 വരെയാണ് പ്രായപരിധി. FFT എൻട്രി വഴി അപേക്ഷിക്കുന്നവർക്ക് 550 രൂപയും GSTയുമായി അപേക്ഷാ ഫീസ്. എന്നാൽ NCC സ്പെഷ്യൽ എൻട്രി, ഗേറ്റ് സ്കോർ എൻട്രി എന്നിവ വഴി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഫീസ് ഒടുക്കുന്നതിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഔദ്യോഗിക AFCAT വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം. ഹോം പേജിലെ AFCAT 2/2026 ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ആവശ്യമായ രേഖകളും ഫോട്ടോയും അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാം. ജൈവ വൈവിധ്യ കോൺഗ്രസ് മത്സരങ്ങൾ അപേക്ഷിക്കാം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 19ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജില്ലാതല പ്രൊജക്ട് അവതരണ മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ ജൈവ വൈവിധ്യ സംരക്ഷണ അവതരണ മത്സരം, പെയിന്റിംഗ്, പെൻസിൽ ഡ്രോയിങ് എന്നിവയാണ് സംഘടിപ്പിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ നടത്തും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷകൾ ജൂലൈ 20 മുമ്പ് അതത് ജില്ലാ കോർഡിനേറ്റർമാരുമായി ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് http://keralabiodiversity.org. സഹകരണ ബാങ്കുകളിൽ 133 ഒഴിവ് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്തെ സഹകരണ സംഘം ബാങ്കുകളിലെ വിവിധ തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. സെക്രട്ടറി 3, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് 2, ജൂനിയർ ക്ലർക്ക് 122, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 2, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 4 എന്നിങ്ങനെയാണ് ഒഴിവ്. അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കണം.
അവസാന തീയതി ജൂൺ 30. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ. കണ്ണപുരത്തെ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് പ്രവേശനം തുടങ്ങി. ജൂൺ 18 മുതൽ ജൂലൈ 12 വരെ സൈറ്റ് വഴി അപേക്ഷിക്കാം. മികച്ച തൊഴിൽ സാധ്യതകൾ ഉറപ്പു നൽകുന്ന കോഴ്സിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ, പ്രോഗ്രാമിംഗ്, ബിസിനസ് മാനേജ്മെന്റ്, ഇന്റർനെറ്റ് എന്നിവയാണ് സിലബസ്. ആകെ 60 സീറ്റുകളാണുള്ളത്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0417286181. ആചാരസ്ഥാനികർ കോല്ലാധികാരിക്കുള്ള ധനസഹായം. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷനിൽ നിന്നും ധനസഹായം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആചാരസ്ഥാനികർ കോലധാരികൾ 2026 മാർച്ച് മുതൽ ജൂൺ വരെയുള്ള വേതനം ലഭിക്കുന്നതിനായി ക്ഷേത്ര ഭരണാധികാരികളുടെ സാക്ഷ്യപത്രം, മലബാർ ദേവസ്വം ബോർഡിൽ നിന്നും അനുവദിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, ഗുണഭോക്താക്കളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, മൊബൈൽ നമ്പർ എന്നിവ മലബാർ ദേവസ്വം ബോർഡ് ചിറക്കര ക്രൈസ്റ്റ് കോളേജിന് സമീപം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസ് ജൂലൈ 6 മുമ്പായി നേരിട്ട് ഹാജരാക്കണം. പോളിയിൽ നിയമനം. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ്, സിവിൽ എഞ്ചിനീയറിംഗ് ട്രേഡ്സ്മാൻ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 23 രാവിലെ 10:30 നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. സ്റ്റുഡന്റ് കൗൺസിലർ. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കണ്ണൂർ ജില്ലയിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പ്രീമെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്നതിനും കരിയർ ഗൈഡൻസ് നൽകുന്നതിനുമായി 2026-27 വർഷം സ്റ്റുഡന്റ് കൗൺസിലർമാരെ നിയമിക്കുന്നു. ജൂൺ 24 രാവിലെ 11 മണിക്ക് കണ്ണൂർ ITDP ഓഫീസിൽ വെച്ചാണ് വർക്ക് ഇൻ ഇന്റർവ്യൂ. യോഗ്യത MA സൈക്കോളജി ആൻഡ് MSW. പ്രായപരിധി 2026 ജനുവരി 1 25 40 മധ്യേ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 049727003557. രാത്രികാല വെറ്റിനറി ഡോക്ടർ. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇരിക്കൂർ ബ്ലോക്കിലേക്ക് രാത്രികാല മൃഗചികിത്സ സേവനത്തിന് കരാർ അടിസ്ഥാനത്തിൽ BVSc AH വെറ്റിനറി ബിരുദധാരിയായ തിരഞ്ഞെടുക്കുന്നു. അസൽ ബിരുദ സർട്ടിഫിക്കറ്റും KSVC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അവയുടെ പകർപ്പും സഹിതം ജൂൺ 22 രാവിലെ 11:30 മണിക്ക് കൂടിക്കാഴ്ചക്കായി കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ എത്തണം. അന്നേ ദിവസം